بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അമുഖമായി ആദ്യമായിട്ടൊന്ന് പറയുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ദിക്റാണ്. ദിക്ർ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ദിക്റാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദിക്ർ എല്ലാവർക്കും എപ്പോഴും ഏത് സമയത്തും നമുക്ക് ചെല്ലാവുന്ന ഒരു ദിക്റാണ്. അതായത് ഏത് സമയത്തും നമ്മളെ ശുദ്ധീകരണമായ ഏത് സമയത്തും നമുക്ക് എപ്പോഴും നമുക്ക് ചെല്ലാവുന്ന ഒരു ദിക്റാണ്. അപ്പോൾ ഈ ദിക്ർ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ബർക്കത്ത് കിട്ടും, ഐശ്വര്യം കിട്ടും, റഹമത്ത് കിട്ടും, പിന്നെ സമ്പൽ സമൃദ്ധി കിട്ടും. സമ്പൽ സമൃദ്ധി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സാമ്പത്തികപരമായിട്ട് ഏറ്റവും കൂടുതൽ ഇനി നഷ്ടത്തിൽ കിടക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട്. അവർ നമുക്കറിയാം, പല മാർഗങ്ങൾ അവർ ചെയ്തിട്ടും അത് മുമ്പോട്ട് പോകാത്ത കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒന്നാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. കാരണം പല കച്ചവടങ്ങളും ചെയ്ത്, പല ജോലികളും ചെയ്ത്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോയി ജോലികൾ ചെയ്ത്, എന്നിട്ടൊന്നും നമ്മളെ കുടുംബത്തിന് ഒരു രക്ഷാമാർഗം ഉണ്ടാകുന്നില്ല, ഒരു ഐശ്വര്യം ഉണ്ടാകുന്നില്ല, ഒരു ബർക്കത്ത് ഉണ്ടാകുന്നില്ല, നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ നമ്മളെ ഈ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരം കുടുംബങ്ങൾക്കെല്ലാം പ്രയോജനം ഉണ്ടാകുന്ന ഒരു ദിക്ർ കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് വർഷിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോഴെല്ലാം അതിനകത്ത് ഉൾപ്പെടും. മാത്രമല്ല നമ്മുടെ രോഗങ്ങളിൽ നിന്നും നമ്മളങ്ങ് രക്ഷപ്പെടും. രോഗങ്ങൾ വരില്ല, മുസീബത്തുകളൊന്നും ഉണ്ടാകത്തില്ല, വീട്ടിൻ്റെ മറ്റു രീതിയിലുള്ള വൈഷമ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ ഉണ്ടാകാതിരുന്നാൽ അത് ഏറ്റവും വലിയൊരു ഹൈറല്ലേ നമുക്ക് അല്ലാഹു തആല തരുന്നത്. ഏറ്റവും വലിയൊരു ഹൈറാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യമായി, ബർക്കത്തായി, സന്തോഷമായി, എല്ലാവരും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അപ്പോൾ ഈ ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ, ഈ ദിക്ർ എത്രയും പെട്ടെന്ന് പറയുന്നത് എളുപ്പത്തിൽ ചെല്ലാവുന്ന ദിക്റായതിൻ്റെ പേരിലാണ് ഈ പെട്ടെന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഇത് ചെല്ലാൻ കഴിയും. കഴിവതും നമസ്കാരത്തിന് ശേഷം ഈ ദിക്ർ ചെല്ലുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് മാറും. 1-70 ഇരട്ടി പ്രയോജനം ഒരു ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ. ഒരു ദിക്റിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 7-70 പ്രതിഫലമാണ് നിങ്ങൾക്ക് തരുന്നത്. നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് കിട്ടും. നമസ്കാരം അല്ലാത്ത സമയത്താണെങ്കിൽ ഇത്രയും പ്രയോജനം നമുക്ക് വരികയില്ല. അപ്പം നമസ്കരിച്ചതിന് ശേഷം ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് തന്നെ വലിയൊരു കുളിർമയും ഒരു സന്തോഷവും അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ദിക്ർ കൊണ്ട് ചൊല്ലിക്കൊടുക്കുമ്പോൾ കുറെ കൂടി അടുപ്പം നമുക്കുണ്ടാകുകയാണ്. ഈ അടുപ്പത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അപ്പോൾ ഈ ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ കുറഞ്ഞത് ഒരു 101 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങളങ്ങ് ചെല്ലണം. ഇത് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഈ ദിക്ർ ചെല്ലാം, ഒരു കുഴപ്പങ്ങളുമില്ല. അങ്ങനെ ഈ ദിക്ർ ഇങ്ങനെ ചെല്ലി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഭവനത്തിന്, നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അത് സമ്പത്ത് കൊണ്ട് തരും. സമ്പത്ത് കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ മാറ്റം തരുന്നത്. ഈ സമ്പത്ത് കൊണ്ട് മാത്രമായില്ലല്ലോ, സമ്പത്ത് കൊണ്ട് മാറ്റം തരുന്നതോടൊപ്പം നിങ്ങളുടെ വീട്ടിന് മറ്റൊരു മുസീബത്തുകളും അവിടെ ഇരയ്ക്കില്ല. അസുഖങ്ങളില്ല, മറ്റു വൈഷമ്യങ്ങളില്ല, പ്രയാസങ്ങളില്ല, ശത്രുക്കളില്ല, ഇടങ്ങലില്ല, ആപത്തില്ല. ഇതൊന്നും ഇല്ലാതിരുന്നാൽ ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഈ കുടുംബത്തിന് ഐശ്വര്യവും ബർക്കത്തും എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയൊരു നേട്ടം പിന്നെ എന്താണുള്ളത്? അപ്പോൾ നമ്മൾ ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. കഴിവതും നമസ്കരിച്ചതിന് ശേഷം തന്നെ ചെല്ലാൻ നിങ്ങൾ ശ്രമിക്കണം. ദിക്ർ അങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കണം. എപ്പോഴും ചെല്ലണമെന്ന് പറയുന്നില്ല. കിട്ടുന്ന സമയത്ത് മൊത്തം ഈ 101 ദിക്ർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്, ആ കിട്ടുന്ന സമയത്തെല്ലാം ഈ ദിക്ർ ചെല്ലുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യണമെന്ന് ഇതോടൊപ്പം ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ദിക്ർ ചെല്ലുമ്പോൾ ഹൃദയം അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുത്തിരിക്കണം. അല്ലാതെ നിങ്ങൾ പച്ചവെള്ളത്തിൽ വരച്ചതുപോലെ നിങ്ങൾ ദിക്ർ ചെല്ലരുത്. ദിക്ർ നിങ്ങൾ ചെല്ലുന്ന ഏത് സമയത്തായാലും ശരി അള്ളാഹ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വേണം. ആ ഹൃദയത്തിനകത്ത് ഈ ചിന്ത ഉദിപ്പിച്ച് വെച്ചിട്ട് എൻ്റെ അള്ളാഹ് എന്ന് ചിന്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ഈ ദിക്ർ ചെല്ലിയാൽ ഈ ദിക്റിൻ്റെ ഫലം എന്ന് പറയുന്നത് 1-70 ഏറ്റവും ഗുണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട. ഈ ദിക്ർ 101 ദിക്ർ നിങ്ങൾ ആദ്യമായിട്ട് ചെല്ലണം. പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ദിക്ർ ചെല്ലണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. അതാ ഞാൻ ഈ ദിക്ർ ഇവിടെ ചെല്ലാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്. ഈ ദിക്ർ എല്ലാവരും എളുപ്പമാണ്. ഈ ശബ്ദം തന്നെ കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ചെല്ലുന്ന ആളിനോടൊരു മതിപ്പുണ്ടാവുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ ഇറക്കുകയാണ്, അള്ളാഹു ബർക്കത്ത് ഇറക്കുകയാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ നിങ്ങൾ മടിക്കല്ലേ.
ഈ ദിക്റങ്ങ് ചെല്ലണേ. ചെല്ലിയാൽ നിങ്ങൾക്ക് വർണ്ണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തരുന്നതാണ്. ഇതോടൊപ്പം ഞാൻ പറയുന്നു, ഈ ദിക്ർ ചെല്ലുന്നവർക്കും ഇത് കാണുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പടച്ച തമ്പുരാനെ, ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ നാവ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ എനിക്ക് പുറത്ത് മാപ്പ് തരണേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.